ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലൂപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ്, അതുമല്ലെങ്കിൽ വൈൽ ലൂപ്പ്, ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഈ ലൂപ്പുകളെക്കുറിച്ചല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ ലൂപ്പും ഡു വൈലും ഒക്കെ ലൂപ്പുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് മറ്റ് 3 തരത്തിലെ ലൂപ്പുകളാണ്. ഈ ലൂപ്പുകൾ ഓരോന്നും നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലെ പാത്ത് ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ലൂപ്പുകളാണ്. ഏതൊക്കെയാണ് ആ ലൂപ്പുകൾ? നെസ്റ്റഡ് ലൂപ്പ്, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലൂപ്പ്. രണ്ടാമത്തതോ കൺകാറ്റനേറ്റഡ് ലൂപ്പ്, ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ലൂപ്പ്. അപ്പോൾ തേർഡ് ടൈപ്പ് ഏതാണ്? തേർഡ് ടൈപ്പാണ് ഹൊറിബിൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ലൂപ്പുകളാണ്: നെസ്റ്റഡ് ലൂപ്പ്, കൺകാറ്റനേറ്റഡ് ലൂപ്പ്, പിന്നെ ഹൊറിബിൾ ലൂപ്പ്. എന്തൊക്കെയാണ് ഈ ലൂപ്പുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പാത്ത് ടെസ്റ്റിങ്ങും ഒക്കെ പഠിച്ചു വന്നവരാണ്. അപ്പം നമുക്കറിയാം എന്താണ് ഒരു പാത്ത് എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നോക്കിക്കേ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നിന്ന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ കടന്നിട്ടാണ് 4മതൊരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിയത്. ഡിസിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതൊന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ കൺട്രോൾ ഇങ്ങോട്ട് പോവുകയും, ഇനി അതല്ല ഫോൾസ് ആണെങ്കിൽ കൺട്രോൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. സപ്പോസ് ട്രൂ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും വരുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. വീണ്ടും ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം എപ്പോഴൊക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുവോ ആ മൊമെൻറ്റിലെല്ലാം തന്നെ കണ്ടീഷൻ ട്രൂ ആയാൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡായി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? കണ്ടീഷൻ ഫോൾസ് ആകുന്നിടം വരെ. ഫോൾസ് ആയാൽ ഉടൻ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആകുന്നതാണ്. അപ്പോൾ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ പോർഷനെ എനിക്ക് ഒരു ലൂപ്പ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ഈ ലൂപ്പിനെയാണ് നമ്മൾ 3 കാറ്റഗറീസിലേക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കൺകാറ്റനേറ്റഡ്, നെസ്റ്റഡ് ആൻഡ് ഹൊറിബിൾ എന്ന് പറയുന്നു. നമുക്ക് ആദ്യം ഒരു കൺകാറ്റനേറ്റഡ് ലൂപ്പ് എന്താണ് എന്ന് നോക്കാം. നോക്കുക, ഇതൊരു ലൂപ്പാണ്. നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇത് ഒരു ലൂപ്പാണ്, ഇത് മറ്റൊരു ലൂപ്പാണ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് നമ്മൾ പുറത്ത് വന്നാൽ ഉടൻ തന്നെ മറ്റൊരു ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്ത് എപ്പോഴാണോ ലൂപ്പ് 1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് വരുന്നത് ഉടൻ തന്നെ ലൂപ്പ് 2ൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി കണ്ടിന്യൂസ്ലി നമ്മൾ ലൂപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിനെ കൺകാറ്റനേറ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ ലൂപ്പ് 1 എക്സിക്യൂട്ട് ചെയ്തു. ലൂപ്പ് 1ൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത ലൂപ്പിൽ കയറുന്നു. ലൂപ്പ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും 3മതൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ലൂപ്പ് 3. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ലൂപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ കൺകാറ്റനേറ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൊറിബിൾ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഹൊറിബിൾ ലൂപ്പ് മനസ്സിലാക്കാൻ നമുക്ക് ദാണ്ട് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇവിടെ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പെടുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അത് വീണ്ടും ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇവിടം വരെ വന്ന ശേഷം ഒരു പക്ഷെ നമ്മുടെ കൺട്രോൾ ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആകുന്നതെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ലൂപ്പിംഗ് സ്ട്രക്ചറാണ് ഹൊറിബിൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ലൂപ്പ് 1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് ലൂപ്പ് 2ലേക്ക് പോകുന്നത്. അപ്പോൾ ലൂപ്പ് 1 കംപ്ലീറ്റ് ചെയ്തില്ല, ലൂപ്പ് 1 എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യും മുമ്പ് തന്നെ കൺട്രോൾ ട്രാൻസ്ഫർ മറ്റൊരു ലൂപ്പിലേക്ക് പോയി എന്ന് കരുതുക. ലൂപ്പ് 2 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു ലൂപ്പിലേക്ക് നമ്മൾ പോയി, ലൂപ്പ് 3. ലൂപ്പ് 1 ഫിനിഷ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഹാഫിൽ വെച്ച് ലൂപ്പ് 2ലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു. ലൂപ്പ് 2 എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും മുൻപ് തന്നെ വീണ്ടും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് ലൂപ്പ് 3ലേക്ക് പോയി. ലൂപ്പ് 3യിൽ നിന്ന് വീണ്ടും ഒരു പക്ഷേ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് 1ലേക്ക് വരാം. എന്ന് വെച്ചാൽ ഒരെണ്ണം തുടങ്ങി വെക്കുന്നു, അത് ഫിനിഷ് ചെയ്യാതെ ഒരു ലൂപ്പിൽ നിന്ന് മറ്റൊരു ലൂപ്പിലേക്ക്, അവിടെ നിന്ന് വേറൊരു ലൂപ്പിലേക്ക്, ഇങ്ങനെ ലൂപ്പ് ടു ലൂപ്പ് നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിബിൾ ലൂപ്സ്. കോംപ്ലിക്കേറ്റഡ് ആയ ലൂപ്പിംഗ് സ്ട്രക്ചറിനെ നമ്മൾ വിളിച്ച പേരാണ് ഹൊറിബിൾ ലൂപ്പ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് സ്ട്രക്ചർ നമുക്കിപ്പോൾ അറിയാം. ഹൊറിബിൾ ലൂപ്പ് എന്താണെന്നും അറിയാം, അതേപോലെ കൺകാറ്റിനേറ്റഡ് ലൂപ്പും എന്താണെന്ന് അറിയാം. മൂന്നാമത്തെ ലൂപ്പിംഗ് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം, അതാണ് നെസ്റ്റഡ് ലൂപ്പ്. വളരെ സിമ്പിളാണ്. ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ്, ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ്. ഓക്കെ, അങ്ങനെ വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഇത് ലൂപ്പ് 1 ആണെന്ന് കരുതുക. ലൂപ്പ് 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ളിൽ മറ്റൊരു ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ലൂപ്പ് 2. അപ്പോൾ ഒന്നിനുള്ളിൽ മറ്റൊന്നാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. നമുക്കതിനെ എങ്ങനെ വരയ്ക്കാം? എന്താ നോക്കിക്കേ, നമ്മുടെ ഫ്ലോ ഗ്രാഫ് കോൺസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിച്ചതാണ്. ഫ്ലോ ഗ്രാഫ് കൺസ്ട്രക്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ഇത് നോക്കുക, ഇത് ഇന്നർ ലൂപ്പാണ്, ഇത് ഔട്ടർ ലൂപ്പാണ്. അപ്പോൾ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നെസ്റ്റഡ് ലൂപ്പിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. വേറൊന്നുമല്ല, ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നെസ്റ്റഡ് ലൂപ്പുകളെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലൂപ്പാണെന്ന് കരുതുക. ആ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളാണ് ഐ. ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെയാണ് പോകേണ്ടത്. അതായത് ലൂപ്പ് 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1ഉം ഐയുടെ എൻഡിങ് വാല്യൂ 10ഉമാണ് എന്ന് കരുതുക. ഈ ലൂപ്പിനുള്ളിൽ ഒരു ഇന്നർ ലൂപ്പുണ്ട്. ഇന്നർ ലൂപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളാണ് ജെ. ജെയും 1 to 10 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ജെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1ഉം ജെയുടെ എൻഡിങ് വാല്യൂ 10ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂപ്പിംഗ് കൺസ്ട്രക്റ്റിൽ നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് ഐ എന്ന വേരിയബിളിൻ്റെ ഓരോ വാല്യൂസിനും ജെ 1 to 10 ടൈംസ് വർക്ക് ചെയ്യും. അതായത് ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ ഐട്രേഷനിലും ഇന്നർ ലൂപ്പ് 10 ടൈംസ് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ ആദ്യം 1 ആവുമ്പം ജെ 1 ആയി, അപ്പോൾ ഒരു തവണ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഐ 1 ആയി ഇരിക്കുമ്പോൾ തന്നെ ജെ 2 ആവുകയും ഇന്നർ ലൂപ്പ് സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഐയുടെ ഓരോ വാല്യൂസിനും ജെ 1 to 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഇപ്പോൾ ആദ്യം ഐ 1 ആയി ഇരിക്കുന്ന സമയത്ത് ജെയും 1 ആകുന്ന സമയത്ത് ഐയും ജെയും 1 ആകുമ്പോൾ ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ, ഐ 1 തന്നെ പക്ഷേ ജെയുടെ വാല്യൂ 2 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യുക. തേർഡ് കണ്ടീഷൻ, ഐ 1 ആയി തന്നെ ഇരുന്നോട്ടെ, ജെയുടെ വാല്യൂ 9 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനിയും ഐ 1 തന്നെ പക്ഷേ ജെയുടെ വാല്യൂ 10 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനിയും 1നും 10നും ഇടയിലുള്ളൊരു വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി 5. ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ 5 ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഐ 1 ആയി ഇരിക്കുന്ന സമയത്ത് ജെ 5 ആകുമ്പോൾ ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ 5 കേസസ് ആണ് ഇവിടെ പറഞ്ഞത്. ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നർ ലൂപ്പിന് മിനിമം വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. അതായത് മിനിമം എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 മുതൽ 10 വരെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജെയ്ക്കുള്ള മിനിമം വാല്യൂ 1ഉം ജെയ്ക്കുള്ള മാക്സിമം വാല്യൂ 10ഉമാണ്.
ഓക്കെ, അപ്പോൾ മിനിമം കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതേപോലെ ജെയുടെ വാല്യൂ മാക്സിമം ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. ജെ മാക്സിമം ആവുന്ന എപ്പോഴാണ്? 10 ആകുമ്പോൾ. ജെ മിനിമം ആവുന്ന എപ്പോഴാണ്? 1 ആകുമ്പോൾ. അപ്പോൾ 2 കണ്ടീഷനായി. ഒന്ന്, ഇന്നർ ലൂപ്പിൽ മിനിമം ക്രൈറ്റീരിയൻ ചെക്ക് ചെയ്യണം, മാക്സിമം ക്രൈറ്റീരിയൻ ചെക്ക് ചെയ്യണം. അതേപോലെ മിനിമം +1 ചെക്ക് ചെയ്യണം. മിനിമം +1 എന്ന് പറഞ്ഞാൽ ഇന്നർ ലൂപ്പിൻ്റെ മിനിമം വാല്യൂ എത്രയാണോ അതിനേക്കാൾ 1 എക്സ്ട്രാ, വിച്ച് മീൻസ് ജെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്, അതായത് മിനിമം വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ മിനിമം +1 എത്ര? 2. അതായത് ജെ 2 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുമോ? അടുത്ത മാക്സിമം -1 ചെക്ക് ചെയ്യണം. മാക്സിമം -1 എന്ന് പറഞ്ഞാൽ ജെ 10 ആണ് മാക്സിമം വാല്യൂ, അപ്പം മാക്സിമത്തിൽ നിന്ന് 1 കുറവ് 9. ജെ 9 ആകുന്ന സമയത്തും ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇനി നോമിനൽ വാല്യൂ, ഏതെങ്കിലും ഒരു ടിപ്പിക്കൽ വാല്യൂ നമുക്ക് എടുക്കാവുന്നതാണ്. ലൂപ്പിൻ്റെ മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ വാല്യൂ വരുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ സെലക്ട് ചെയ്തത് 5 എന്നായിരുന്നു. അപ്പോൾ ജെ 5 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഔട്ടർ ലൂപ്പിൽ ഒരു വാല്യൂ സെലക്ട് ചെയ്ത ശേഷം ഇന്നർ ലൂപ്പിലെ 5 വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഒന്ന്, ഇന്നർ ലൂപ്പിൻ്റെ മിനിമം വാല്യൂ. ഇന്നർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂവിനെയാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ i1ഉം j1ഉം ആയിരിക്കുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അത് നോക്കി. അത് കഴിഞ്ഞ് മിനിമം +1. മിനിമം +1 എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ 1 ആണെങ്കിൽ മിനിമം +1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം i1ഉം j2 ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ? ഇനി മാക്സിമം കേസ് ചെക്ക് ചെയ്യണം. അതായത് ജെയുടെ മാക്സിമം ആകുന്ന ഐട്രേഷൻ ഏതോ ആ സമയത്ത് ജെയുടെ വാല്യൂ എന്ത്? ലാസ്റ്റ് ഐട്രേഷനിൽ ജെയുടെ വാല്യൂ എന്ത്? ജെയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ i1ഉം j10ഉം ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാക്സ് +1 അല്ല, മാക്സ് -1 ആണ് ചെക്ക് ചെയ്യേണ്ടത്. മാക്സ് വാല്യൂ 10 ആണെങ്കിൽ മാക്സ് -1 9 ആണ്. അതായത് ഐയുടെ വാല്യൂ 1ഉം ജെയുടെ വാല്യൂ 9ഉം ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, റാൻഡം സെലക്ഷനാണ്. അപ്പം 1നും 10നും ഇടയിൽ, മിനിമത്തിനും മാക്സിമത്തിനും ഇടയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 7. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് i1ഉം j7ഉം ആകുന്ന സമയത്ത് ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐയുടെ ഓരോ വാല്യൂസിനും ഇന്നർ ലൂപ്പിൻ്റെ 5 കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ തവണയും നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ലൂപ്പ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഓക്കെ പറയാം, നമ്മുടെ പ്രോഗ്രാം കോഡ് കറക്റ്റാണ്. അഥവാ ഏതെങ്കിലും ഒരു ഐട്രേഷനിൽ നമുക്ക് ഇൻകറക്റ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ടെസ്റ്റിങ്ങിൽ ഇൻകറക്റ്റ് വാല്യൂ കിട്ടി, സോ നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നെസ്റ്റഡ് ലൂപ്പുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൈം കണ്ടീഷൻ പറയുന്നത് ഔട്ടർ ലൂപ്പിൻ്റെ ഓരോ വാല്യൂസിനും ഇന്നർ ലൂപ്പിൻ്റെ 5 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ